കണ്ണൻ ഇതുവരെ വന്നില്ലല്ലോ ദേവാ. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ പോലും വന്നില്ല. എവിടെയാണോ എന്തോ. അമ്മ ഇങ്ങനെ പേടിക്കല്ലേ. ദേഷ്യം മാറി കഴിയുമ്പോൾ ഇങ്ങ് വരും. വൈകുന്നേരമായിട്ടും അവനെ കാണാതെ വന്നതും മുത്തശ്ശി ആവലാതിയോടെ ചോദിച്ചു. ദേവച്ചൻ സമാധാനിപ്പിച്ചുകൊണ്ട് തന്നെ അതിന് മറുപടി പറഞ്ഞു. നീ ഒന്ന് അച്ഛനോട് പോയി നോക്കാൻ പറഞ്ഞേ. അവനായിട്ട് വരുന്നത് നോക്കിയിരുന്ന ഇരിക്കേ ഉണ്ടാവും. മുത്തശ്ശി പറഞ്ഞു നിർത്തിയതും ദേവച്ചൻ വേഗം ഫോണെടുത്ത് അച്ചുവിനെ വിളിച്ച് കാര്യം പറഞ്ഞു. അച്ഛൻ വിളിച്ച് പറഞ്ഞപ്പോൾ തന്നെ അച്ചു വണ്ടിയുമായി മാധവിനെ തിരക്കി ചെന്നിരുന്നു. എവിടെ ഉണ്ടാവും എന്നുള്ള ഏകദേശം ഊഹമുള്ളത് കൊണ്ട് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. അച്ചു ചെല്ലുമ്പോൾ ഗ്രൗണ്ടിനരികിലുള്ള കലിങ്കിലായി ഇരിക്കുവാണ് മാധവ്. കയ്യിലെരിയുന്ന സിഗരറ്റുണ്ട്. മുഖം അപ്പോഴും ദേഷ്യം കൊണ്ട് ചുവന്നിരിപ്പാണ്. ഒറ്റ നോട്ടത്തിൽ ചിരിയാണ് അച്ചുവിന് വന്നത്. ദേ മതി, വീട്ടിലേക്ക് വാ നീ. അച്ചു അരികിൽ വന്നിരുന്ന് പറഞ്ഞിട്ടും മൈൻഡ് ചെയ്യാതെ പുകയൊതി പറത്തുവാണ് കക്ഷി. കാര്യം അത് വാങ്ങി വലിച്ചെറിയണം എന്നൊക്കെ ഒരു ഉത്തരവാദിത്തമുള്ള ചേട്ടൻ എന്ന നിലയിൽ ചെയ്യണമെന്നുണ്ടെങ്കിലും സാഹചര്യം അത്ര നല്ലതല്ലാത്തത് കൊണ്ടും അത് സിഗരറ്റ് പാക്കറ്റിൻ്റെ ടാഗ് പോലെ തന്നെ ഇൻജൂറിയസ് ടു ഹെൽത്ത് ആയതിനാലും അച്ചു അടങ്ങിയിരുന്നു. നീയും വന്നായിരുന്നോ? പുറകിൽ നിന്നും പൃഥ്വിയുടെ ചോദ്യം കേട്ടതും അച്ചു വേഗം തിരിഞ്ഞു നോക്കിയെങ്കിലും മാധവ് അതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമല്ലെന്ന മട്ടിലിരിപ്പാണ്. നീ എന്താ പോന്നേ? അമ്മ പറഞ്ഞു വിട്ടതാ. കണ്ണൻ ഉണ്ണാൻ പോലും വന്നില്ലെന്ന് പറഞ്ഞു. പൃഥ്വി ഒരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് മാധവിൻ്റെ ഇപ്പുറത്തായി ഇരുന്നു. ആണോ? എന്നെ അച്ഛൻ വിട്ടതാ മുത്തശ്ശി പറഞ്ഞിട്ട്. അച്ചുവും പറഞ്ഞതും നടുവിലിരിക്കുന്നവൻ്റെ മുഖം കുത്തി വീർത്തു. അപ്പോൾ അവൾ പറഞ്ഞിട്ട് വന്നതല്ല എന്നുള്ള പരിഭവം മാത്രമായിരുന്നു അവിടെ. ഡാ കണ്ണ, നീ ഒന്ന് സമാധാനപ്പെട്ടടാ. പൃഥ്വി തോളിൽ കൈയിട്ടുകൊണ്ട് പറഞ്ഞതും ചെക്കനൊന്ന് കൂർപ്പിച്ച് നോക്കി. പൃഥ്വി ഒന്ന് പരിങ്ങിയെങ്കിലും നന്നായി ഒന്ന് ഇളിച്ചു കാണിച്ചു. അല്ലിമോൾക്ക് എന്താണെന്നറിയോ? എന്തായാലും എന്താ, എന്നെ കാണാതെയും അടുത്ത് വരാതെയും ഇരിക്കാൻ മാത്രം അവൾക്ക് എന്ത് തേങ്ങയുള്ളത്? ഉള്ളിലെ ദേഷ്യവും സങ്കടവും എല്ലാം കൂടി ചോദിച്ചു പോയതും അച്ചുവും പൃഥ്വിയും ചിരി കടിച്ചു പിടിച്ചിരുന്നു. ഡാ, അവൾ വലിയ കുട്ടിയായി. വാട്ട്? എടാ പൊട്ടാ, 2 പെങ്ങന്മാരുള്ള നിന്നോട് ഇതിൽ കൂടുതൽ എന്താണ് പറഞ്ഞു തരാനുള്ളത്? അച്ചു ഇത്തിരി കലിപ്പിൽ ചോദിച്ചതും എന്തോ മനസ്സിലായതുപോലെ ചെക്കൻ കണ്ണും മിഴിച്ച് 2 പേരെയും നോക്കി. ഇരുവരും ചിരിയോടെ ഇരിപ്പാണ്. സീരിയസ്ലി, ഇതിനാണോ അവളെ ഞാൻ കാണാൻ പാടില്ലെന്ന് പറഞ്ഞത്? എടാ, നീ മാത്രമല്ല, ആണുങ്ങൾ ആരും അവളെ കാണാൻ പാടില്ലെന്ന മുത്തശ്ശിയുടെ ഓർഡർ. ഈ മുത്തശ്ശി ഇത് ഏത് കാലത്താണ് ജീവിക്കുന്നത്? ഇതൊന്നും പറഞ്ഞു തിരുത്താനാവില്ലടാ. പിന്നെ മുത്തശ്ശിയുടെ ഓരോ സന്തോഷമല്ലേ ഇതൊക്കെ. തന്നെയുമല്ല, കുറച്ച് കൂടുതൽ കെയർ കിട്ടേണ്ട ടൈമാണിത് പെൺകുട്ടികൾക്ക്. അച്ചു അവന് മനസ്സിലാകുവാനായി കാര്യമായി തന്നെ പറഞ്ഞു കൊടുത്തു. അതെന്താ, ഞാൻ അവളെ കെയർ ചെയ്യില്ലേ? ഒരു പനി വന്നാൽ പോലും ദേവ എന്ന് വിളിച്ച് കണ്ണ് നിറയ്ക്കുന്നവളാണ്. അല്ലാതെ മുത്തശ്ശി എന്ന് വിളിക്കാറുണ്ടോ അവൾ? മാധവ് വീണ്ടും പറഞ്ഞതും അവനെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുമെന്നതുപോലെ പരസ്പരം ഒന്ന് നോക്കി രണ്ടാളും. എൻ്റെ പൊന്നു കുഞ്ഞേ, ഇപ്പോൾ പെൺകുട്ടികൾക്ക് ആവശ്യം അമ്മമാരുടെ കെയറാണ്. നിനക്ക് ഈ കാര്യത്തിനെക്കുറിച്ച് എന്തെങ്കിലും അറിയോ? അതുകൊണ്ട് കൂടുതൽ കൊനിഷ്ഠ ആലോചിച്ച് കൂട്ടാതെ ഇങ്ങ് വാ. പൃഥ്വി പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റതും പുറകെ ബാക്കി 2 എഴുന്നേറ്റു. വലിയ തെളിച്ചമൊന്നും മാധവിൻ്റെ മുഖത്തില്ലെങ്കിലും ചെറിയൊരു കൗതുകമുണ്ട് ആ കണ്ണിൽ. ബാല്യത്തിൽ നിന്നും കൗമാരത്തിലേക്കുള്ള അവളുടെ ചുവടുവെപ്പ് അവനിലും പേരറിയാത്ത എന്തോ ഒരു സന്തോഷം നിറയ്ക്കുന്നുണ്ട്. വീട്ടിലെത്തിയിട്ടും മാധവ് ആദ്യം നോക്കിയത് അടഞ്ഞു കിടക്കുന്ന മുറിയിലേക്കാണ്. അല്ലെങ്കിൽ പുറത്തു പോയി വന്ന് കയറുമ്പോഴേക്കും ഓടിപ്പാഞ്ഞു വന്ന് കയ്യിൽ തൂങ്ങിയിട്ടുണ്ടാവും പെണ്ണ്. എന്തോ വല്ലാത്തൊരു അസ്വസ്ഥത അവനിൽ നിറഞ്ഞു. ലച്ചുമ്മ വന്ന് നേരത്തെ തല്ലിയതിന് പുന്നാരിച്ചിട്ടോ, ദേവിയമ്മയും ചെറിയമ്മയും വന്ന് സമാധാനിപ്പിച്ചിട്ടോ, മുത്തശ്ശി വന്ന് നെറുകയിൽ തലോടിപ്പോയിട്ടോ ഒന്നും അവൻ അറിഞ്ഞില്ല. കുറേ നേരം ഹാളിലിരുന്നു. മുത്തശ്ശിയും അമ്മമാരും ഗോപുവും പാറുവുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ആ റൂം തുറന്ന് ഉള്ളിലേക്ക് പോവുകയും വരുന്നതും ചെയ്യുന്നുണ്ട്. പക്ഷേ പ്രതീക്ഷിച്ച ആളെ മാത്രം പുറത്തേക്ക് കാണാനുമില്ല. ദേഷ്യവും സങ്കടവും ഒരുമിച്ച് വന്നതും ചെക്കൻ ചവിട്ടിക്കുലുക്കി മുകളിലേക്ക് പോയി. ഇത് പ്രശ്നമാവുമെന്ന് തോന്നുന്നു മഹി. ചെക്കൻ്റെ കളിയും നോക്കി നിന്ന ദേവച്ചൻ താടിക്ക് കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞതും മഹിയപ്പ ഒന്ന് ചിരിച്ചു. കണ്ണം മിക്കവാറും അല്ലിമോളെയും കൂട്ടി ഒളിച്ചോടാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. ചെറിയച്ഛൻ പറഞ്ഞതും മഹിയപ്പയും ദേവച്ചനും ഒന്ന് ഞെട്ടിക്കൊണ്ട് പരസ്പരം നോക്കി. കൊച്ചിന് 18 തികഞ്ഞിട്ടില്ലടാ, ദേവച്ചൻ ആദിയോട് പറഞ്ഞു. അമ്മയോട് വാതിലുള്ളിൽ നിന്ന് അടയ്ക്കാൻ പറയാം. മഹിയപ്പ എന്തോ ഓർത്തതുപോലെ കാര്യമായി തന്നെ പറഞ്ഞു. അതിൽ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല അളിയ. അവൻ വന്ന് വിളിച്ചാൽ അല്ലിമോള് വാതിൽ തുറന്നു കൊടുക്കും. ചെറിയച്ഛൻ വീണ്ടും ചിരിയോടെ പറഞ്ഞതും ബാക്കി 2 പേർക്കും ചിരി വരുന്നുണ്ടായിരുന്നു. എന്നാൽ പിന്നെ വാതിൽ പുറത്തുനിന്ന് പൂട്ടാം, ദേവച്ചൻ പറഞ്ഞു നിർത്തിയതും ആ പ്രശ്നത്തിന് പരിഹാരമായി. 2 മുറികളിലായി ആ രാത്രി കഴിച്ചു കൂട്ടുമ്പോൾ 2 പേർക്കും ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല.
അല്ലി എന്നും കിടക്കുന്നിടം ശൂന്യമാണെന്ന് കാണി അവനുള്ളം എന്തിനോ വേണ്ടി പിടഞ്ഞുപോയി. പേരിന് 2 മുറിയുണ്ടെങ്കിലും രണ്ടും കൂടി ഏതെങ്കിലും ഒന്നിലേക്ക് കിടക്കൂ. കുഞ്ഞിലെ മുതലുള്ള ശീലം. ഒരു 2-2.5 വയസ്സ് മുതൽ അവനൊപ്പമാണ് പെണ്ണിൻ്റെ ഉറക്കം. ആദ്യം രണ്ടും കൂടി മുത്തശ്ശിയുടെ കൂടെയായിരുന്നുവെങ്കിൽ പതിയെ മുകളിലെ മുറിയിലേക്ക് മാറി. മാധവിൻ്റെ തൊട്ടെതിരെയുള്ള മുറിയാണ് അല്ലിയുടെ. മയിൽപ്പീലിയും മഞ്ചാടിയും കുപ്പിവളകളും അടുക്കി വെച്ച മരത്തടിയുടെ മേശയും തടി അലമാരിയും കണ്ണൻ്റെ ചിത്രങ്ങളും സ്ഥാനം പിടിച്ച ഇടമാണ് അല്ലിയുടെ റൂമെങ്കിൽ അലസമായി വാരി വലിച്ചിട്ടേക്കുന്ന ഇടമാണ് മാധവിൻ്റെ. നന്നായി വച്ചാലും ചെക്കൻ വാരിയിടും. അതവൻ്റെ ഒരു സന്തോഷം. രാവേറെ ചെന്നിട്ടും തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും ഉറക്കം വരാതെ ഇരുന്നതും ദേഷ്യത്തോടെ എഴുന്നേറ്റിരുന്നവൻ. മുടിയിൽ കൈകോർത്ത് വലിച്ച് കുറച്ചു നേരം ഇരുന്നിട്ടും സമാധാനം ഇല്ലാത്ത പോലെ ശ്വാസമെടുക്കാൻ പോലും എന്തോ ബുദ്ധിമുട്ട്. ഇതെന്ത് തേങ്ങ? തലയൊന്ന് കുടഞ്ഞ് എഴുന്നേറ്റ് വാഷ്റൂമിൽ കയറി മുഖമൊന്ന് കഴുകി തിരിച്ചു വന്നിട്ടും ആശ്വാസം തോന്നാത്തൊരവസ്ഥ. നെഞ്ചാകി പിടയ്ക്കുന്നത് പോലെ. പ്രകൃതി. ഫോണിലെ ഗാലറി തുറന്ന് അവളുടെ ചിത്രത്തിലേക്ക് നോക്കി പതിയെ വിളിച്ചവൻ. ചിരിയോടെ നിൽക്കുന്ന ആ രൂപം മാത്രമാണ് അവൻ്റെ ഈ അസ്വസ്ഥതയ്ക്കുള്ള മെഡിസിൻ എന്ന് അവനും അറിയാം. ഫോൺ ടേബിളിൽ വെച്ച് അതിലേക്ക് മുഖം അമർത്തി വെച്ച് കിടന്നവൻ. എനിക്ക് പറ്റുന്നില്ലല്ലോ പെണ്ണെ, നീയില്ലാതെ ഞാൻ, പതിയെ പറഞ്ഞുകൊണ്ട് മിഴികൾ ഇറങ്ങി അടച്ചവൻ. പിന്നെ എന്തോ ഓർത്തതുപോലെ എഴുന്നേറ്റ് വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി. എതിർവശത്ത് അടഞ്ഞു കിടക്കുന്ന അവളുടെ റൂം കണ്ടതും ഒന്ന് നിശ്വസിച്ചുകൊണ്ട് അത് തുറന്ന് അകത്തേക്ക് കയറി. ചുറ്റും അവളുടെ ഗന്ധമാണെന്നോ തോന്നിയവന്. അവളെ ചേർത്ത് പിടിക്കുമ്പോൾ തന്നിലും ഈ സുഗന്ധമാണ്. ഷെൽഫ് തുറന്ന് പെണ്ണിൻ്റെ ഒരു ടോപ്പ് എടുത്ത് ബെഡിലേക്ക് കിടന്നു. അതിലേക്കായി മുഖം പൂഴ്ത്തി വെച്ചവൻ. പകുതി ആശ്വാസം തോന്നുന്നുണ്ട് ഇപ്പോൾ. ഈ ഗന്ധം കൂടിയില്ലാതെ തനിക്ക് ശ്വസിക്കാൻ പോലും കഴിയില്ലെന്ന് തോന്നിയവന്. വെളിച്ചം വന്നെത്തി. നോക്കാത്ത മുറിക്കുള്ളിൽ മുത്തശ്ശിയുണ്ട് അവൾക്ക് കൂട്ട്. എങ്കിലും എന്നും കിടക്കുന്ന ഉറങ്ങുന്ന നെഞ്ചിൽ ചായാതെ മയക്കം വരില്ലെന്ന് തോന്നി അവൾക്ക്. രാവിലത്തെ ബഹളം ആലോചിക്കുമ്പോൾ തന്നെ ചിരിയും കരച്ചിലും ഒരുപോലെ വരുന്നുണ്ട്. എന്ത് ദേഷ്യമാണോ എന്തോ സ്വയമേ ഓർത്തുകൊണ്ട് മിഴികൾ ഇറുകെ അടച്ച് അരികിൽ വെച്ച അവൻ്റെ ഷർട്ടിലേക്കായി മുഖം അമർത്തി വെച്ചു പെണ്ണ്. വൈകിട്ട് പാറുവിനെ വിട്ട് എടുത്തു വെച്ചതാണത്. പതിയെ ഒന്ന് പുഞ്ചിരിച്ചു അല്ലി. തനിക്ക് വേണ്ടി ദേഷ്യം കാണിക്കുന്നവൻ, വാശി കാണിക്കുന്നവൻ. അല്ലിയുടെ കണ്ണ് നിറഞ്ഞു. വല്ലാത്തൊരു ഭയം തോന്നിപ്പോയി അവൾക്ക്. അവനെ പ്രണയിച്ചു പോകുമോ എന്നൊരു പേടി.